അശ്വജിത്ത് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അശ്വജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആക്രമണം സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ഒരുപക്ഷെ ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ട്രംപിന്റെ കൂടെ പ്രഖ്യാപനം വന്നതോടുകൂടി ഈ ഒരു സംഘർഷ സാധ്യത വളരെ കൂടിയത്, അല്ലെങ്കിൽ സംഘർഷ സാധ്യത വളരെ കലുഷിതമായതിന് പിന്നാലെ ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും കാര്യമായി ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല. എങ്കിൽ പോലും ആ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകൾ ഏറെ നിർണായകവുമാണ്. ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു ആക്രമണത്തിലേക്ക് പോയാൽ, അമേരിക്കൻ സൈനിക ബേസുകൾ കാര്യമായൊരു ആക്രമണത്തിലേക്ക് പോയാൽ, അത് പിന്നെ വലിയൊരു തിരിച്ചടിയിലേക്ക് വന്നാൽ, അമേരിക്കയുടെ വലിയൊരു തിരിച്ചടിയിലേക്ക് വന്നാൽ ഈ സംഘർഷം കുറെ കൂടെ ഗൗരവതരമാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഈ ആൾനാശം സംബന്ധിച്ച് ഇപ്പോഴും കണക്കുകൾ അവ്യക്തമാണ്. ഏതാണ്ട് 200-ലേറെ പേർ ഇറാനിൽ മാത്രം കൊല്ലപ്പെട്ടു എന്ന വിവരം പ്രാഥമികമായി പുറത്തു വരുമ്പോൾ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഒരുപക്ഷെ അതിനേക്കാൾ വളരെ ഏറെ, ഒരുപക്ഷെ ഇരട്ടിയോളം ആളുകളെങ്കിലും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. GCC രാജ്യങ്ങളിലും വലിയ ചെറിയ തോതിലാണ് എങ്കിൽ പോലും ആൾനാശം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആൾനാശം ഈ നമ്മൾ ഒരുപക്ഷെ കണക്ക് കൂട്ടുന്നതിലുമൊക്കെ വലുതായി വന്നാൽ, ഈ യുദ്ധത്തിന്റെ തീവ്രത വളരെ വലുതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്കൊക്കെ ഒരുപക്ഷെ ഈ ഒരു യുദ്ധത്തിന്റെ റീസൺ തന്നെ, ഇതിന്റെ കാരണം തന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ നടപടി തുടർന്ന് ഇനി ഏത് തരത്തിലായിരിക്കും വരിക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ആൾനാശം പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ ആൾനാശം ഇല്ലാതിരിക്കുക എന്നത് അസാധ്യമാണ്. പക്ഷേ എങ്കിൽ പോലും നിരപരാധികളായ ആളുകൾ ഇവിടെ ഈ ആക്രമണങ്ങളിൽ ബലിയാടാകുന്നു, അല്ലെങ്കിൽ നിരപരാധികളായ മനുഷ്യരെയാണ്, കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ദൃശ്യം Go!